ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡേസിൻ്റെയും അതേപോലെ IFRS IAS ഒക്കെ ലിസ്റ്റാണ് കണ്ടത്. പിന്നെ അതിൻ്റെ ഡിഫറൻസും കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്താണെന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്നുള്ളത്? ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്? അപ്പോൾ നോക്കാം. ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് സിംപ്ലി മീൻസ് ദ എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിൽ എഴുതി ചേർക്കുന്ന ഐറ്റംസിനെയാണ് ഇവിടെ എലമെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എഴുതി ചേർക്കുന്ന ഐറ്റംസ് ഉണ്ട്. അതിലിപ്പോൾ അസറ്റ് ഉണ്ടാവാം, ലയബിലിറ്റി ഉണ്ടാവാം, എക്സ്പെൻസ് ഉണ്ടാവാം, ഇൻകം ഉണ്ടാകാം, പ്രോഫിറ്റ് ഉണ്ടാവാം, ലോസ് ഉണ്ടാവാം. ഇതൊക്കെ എന്താണ്? ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ആണ്. അതാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ദി ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ IASB, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്, ആർ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസസ്. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള ഫിനാൻഷ്യൽ എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അസറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ലയബിലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഇൻകം ആയിട്ട് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്, എക്സ്പെൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ദി ഫസ്റ്റ് 3 എലമെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു the balance sheet and the last 2 are related to income statement. അപ്പോൾ ഈ 3 എണ്ണം അസറ്റ് മുതൽ ഇക്വിറ്റി വരെയുള്ളത് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ എഴുതാറുള്ളത്. കാര്യം അസറ്റ് ഒരു സൈഡിൽ എഴുതും, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് മറ്റൊരു സൈഡിലാണ് എഴുതാറുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഇൻകം ആൻഡ് എക്സ്പെൻസസ് എന്താണ്? അത് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതേണ്ട ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഫിനാൻഷ്യൽ എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് നമുക്ക് നോക്കാം. അസറ്റ്സ് എന്താണ്? അസറ്റ്സ് എന്നതാണ് അടുത്ത സൈഡ് ഹെഡിങ്ങിൽ പറയുന്നത്. അസറ്റ്സ് ആർ റിസോഴ്സസ് കൺട്രോൾഡ് ബൈ എൻ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ് ആൻഡ് ഫ്രം വിച്ച് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദി എൻറ്റിറ്റി. അതായത് നമ്മുടെ കഴിഞ്ഞ കാലത്തെ പാസ്റ്റ് ഇവൻറ്റ്സിൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയ മെയിനായിട്ട് മോണിറ്ററി റിസൾട്ട്. കാര്യം ഒരുപാട് കാലമായിട്ട് എന്താണ് ബിസിനസ് നടത്തുന്നൊരു സ്ഥാപനത്തിൽ എന്താണ് അവർക്ക് ലാഭം തീർച്ചയായിട്ടും ഉണ്ടാവണം, അല്ലെങ്കിൽ ബിസിനസ് ഒരുപാട് കാലം നടത്താൻ സാധിക്കില്ല. ആ ലാഭത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ ഒരു വരുമാനത്തിൽ നിന്ന് അവരെന്ത് വാങ്ങുന്നു? ഒരു റിസോഴ്സ് വാങ്ങുന്നു. റിസോഴ്സ് എന്നാണ് ഇവിടെ അസറ്റിനെ പറയുന്നത്. ആ റിസോഴ്സിനെ കൊണ്ട് എന്താ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു JCB മെഷീൻ അല്ലെങ്കിൽ ആ ഒരു സാധനം വാങ്ങിയേക്കുന്നു, ആ ഒരു വെഹിക്കിൾ വാങ്ങിയേക്കുന്നു, JCB എന്ന് പറയുന്ന സാധനം വാങ്ങിയേക്കുന്നു. അപ്പോൾ അത് എനിക്ക് പിന്നെ എന്താണ് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഞാൻ മുതൽ മുടക്കിയതിനെക്കാട്ടിയും കൂടുതലായിട്ട് എന്താണ്, അതുകൊണ്ടാണല്ലോ ആൾക്കാർ ഇത് എടുത്ത് വാടക കൊടുക്കുന്നത്, വാങ്ങിയിട്ട് വാടക കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൽ ചിലവാക്കിയ എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതും ചേർത്തുകൊണ്ട് എന്താണ് അധികമായിട്ട് എമൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതാണ് അസറ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇന്ന് വാങ്ങിയേക്കുന്ന സാധനം, ആ വാങ്ങിയേക്കുന്ന സാധനത്തിന് എങ്ങനെയാണ് വാങ്ങി വെക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ പാസ്റ്റ് എക്കണോമിക് എന്താണ് ബെനിഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് വാങ്ങി വെക്കുക. അപ്പോൾ ഇതാണ് അസറ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി അടുത്തത് ലയബിലിറ്റി. അപ്പോൾ എന്താണ് ലയബിലിറ്റി എന്ന് വെച്ചാൽ? ലയബിലിറ്റീസ് ആർ പ്രസൻറ്റ് ഒബ്ലിഗേഷൻസ് ഓഫ് എൻ എൻറ്റിറ്റി അറൈസിങ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ്. അതായത് പാസ്റ്റ് ഇവൻറ്റ്സിൽ നിന്ന് നമുക്ക് വരുന്ന പ്രസൻറ്റ് ഒബ്ലിഗേഷൻസ്, ബാധ്യതകളെയാണ് എന്ത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദി സെറ്റിൽമെൻറ്റ് ഓഫ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് to result in an outflow from the entity of resources embodying economic benefits. അതായത് ഈ ഒരു ലയബിലിറ്റി തീർക്കുന്ന നേരത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട്? നമ്മുടെ റിസോഴ്സ് പോകുന്നുണ്ട്, അല്ലേ? നമ്മൾ വലിയ ലോൺ എടുത്ത് പെട്ടെന്ന് അടച്ച് തീർക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പതിയെ അടച്ച് തീർക്കുമ്പോഴോ എന്ത് പോകുന്നുണ്ട്? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് പ്രസൻറ്റ് ഒബ്ലിഗേഷനാണ് പാസ്റ്റ് ഇവൻറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ, ബാധ്യതയാണ്. ഒബ്ലിഗേഷൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബാധ്യതയാണ് എന്ത്? ലയബിലിറ്റി എന്ന് വെച്ചാൽ. ഇനി അടുത്ത സൈഡിലേക്ക് നോക്കാം. ഇക്വിറ്റി. ഇക്വിറ്റി ഈസ് ദ റെസിഡ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ്സ് ഓഫ് എൻ എൻറ്റിറ്റി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഇറ്റ്സ് ലയബിലിറ്റീസ്. ഇക്വിറ്റി ഈസ് അതർവൈസ് നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇക്വിറ്റി ഈസ് ദ റെസിഡ്വൽ ഇൻട്രസ്റ്റ്. റെസിഡ്വൽ എന്ന് വെച്ചാൽ ബാക്കി വന്ന, അതായത് ഒരു സ്ഥാപനത്തിൽ അസറ്റ് ഉണ്ട്, ആ അസറ്റും ഉണ്ട്, സ്ഥാപനത്തിൽ ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സമ്പാദ്യങ്ങളുള്ളൊരു ബിസിനസ് സ്ഥാപനമാണ്. അതിനനുസരിച്ച് അവർക്ക് എന്തുണ്ട്? അവർക്ക് ഒരുപാട് ബാധ്യതകളുണ്ടെന്ന് വെക്കുക. ഈ ബാധ്യതകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ
ബാക്കി എത്ര വരും, അതായത് ഈ അസറ്റിൽ നിന്ന് ഈ ലയബിലിറ്റീസ് ഒക്കെ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാലും എത്ര ബാക്കി ബാധ്യത വരുന്നുണ്ട്, അതാണ് ഇക്വിറ്റി എന്ന് വെച്ചാൽ. അതാണ് ശരിക്കും ഓണറിൻ്റെ പൈസ എന്ന് വെച്ചാൽ. അപ്പോൾ ഷെയർ ഹോൾഡർ ഇവിടെ കൊണ്ടുവരുന്ന പൈസയാണ് മെയിനായിട്ട് ഇക്വിറ്റി എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ഷെയർ ഹോൾഡർക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ റിസോഴ്സ് പൈസ അല്ലെങ്കിൽ അസറ്റുകളാണെന്ത് ഇക്വിറ്റി എന്ന് വെച്ചാൽ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത് എന്താണ്? ഇൻകമാണ്. Income is the increase in economic benefits during the accounting period in the form of inflows or enhancement of assets or decrease in liabilities that result in increase in equity. അതായത് ഇൻകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റിലുണ്ടാകുന്ന വർധനവ് അല്ലേ. നമുക്കിപ്പോൾ അതായത് ഒരാൾ അയാളുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ എന്താവും, അയാൾക്ക് കൂടുതൽ അസറ്റാണ് വരിക, അയാളുടെ ബാധ്യതകൾ കുറയും ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ആൾ അയാൾക്ക് 1 ലക്ഷം ലോൺ ഉണ്ട്, അയാൾക്ക് വീടില്ല, അയാൾക്ക് ആകെ 2000 രൂപയെ ഇൻകം ഉള്ളൂ. പെട്ടെന്ന് അയാൾ ഒരു നല്ല സ്ഥിതിയിലെത്തി, അയാൾക്കൊരു 1 ലക്ഷം രൂപ ലോൺ വരുമാനം വരാൻ തുടങ്ങി ഒരു മാസം. അയാൾക്ക് എന്ത് വരും? അയാളുടെ നിലവിലുള്ള അയാളുടെ ലയബിലിറ്റി കുറയും അല്ലേ. അതേപോലെ അയാൾക്ക് എന്ത് വരും? അയാൾക്ക് കൂടുതലായിട്ട് അസറ്റ് വർദ്ധിക്കും. കിട്ടുന്ന വരുമാനം നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കാശായിട്ട് വെക്കില്ലല്ലോ, അതൊക്കെ പല അസറ്റുകളായിട്ട് നമ്മൾ വാങ്ങല്ലേ ചെയ്യുക. അത് ചിലപ്പോൾ ഷോർട്ട് ടേം അസറ്റുകളാവാം, ലോങ് ടേം അസറ്റുകളാവാം. വീട് വെക്കാം, അയാൾ കാറ് വാങ്ങാം, ബൈക്ക് വാങ്ങാം, അതേപോലെ തുണിത്തരങ്ങൾ വാങ്ങാം. അപ്പോൾ അയാൾക്ക് എന്തുണ്ട് വരും? അയാളുടെ അസറ്റുകളുടെ എണ്ണം വർദ്ധിക്കും, അയാളുടെ ലയബിലിറ്റി കുറയും. അപ്പോൾ ഇൻകം എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ അസറ്റ് ആൻഡ് ഇറ്റ് വിൽ ഡിക്രീസ് യുവർ ലയബിലിറ്റി. അതാണ് ഇൻകം എന്ന് വെച്ചാൽ. എക്സ്പെൻസസ് എന്താണ്? എക്സ്പെൻസസ് എന്നാണ് സൈഡ് ഹെഡിങ്. എക്സ്പെൻസസ് ആർ ഡിക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ്സ് ഡ്യൂറിങ് ദ അക്കൗണ്ടിംഗ് പീരീഡ് ഇൻ ദ ഫോം ഓഫ് ഔട്ട്ഫ്ലോസ് ഓർ ഡിപ്ലീഷൻ ഓഫ് അസറ്റ്സ് or incurrence of liabilities as a result in decrease in equity. അതായത് ചിലവാണ് എന്ത്? എക്സ്പെൻസ്. അപ്പോൾ ചിലവ് കൂടുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? നമ്മുടെ അസറ്റ് കൈമോശം വരിക അല്ലേ. അതായത് ഇപ്പോൾ വീട്ടിൽ, അതായത് ഇപ്പോൾ നമുക്കറിയാം നാട്ടിലൊക്കെ ഒരു വിവാഹം നടക്കുന്ന നേരത്താണ് ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പറമ്പോ അങ്ങനത്തെ അസറ്റൊക്കെ നമ്മൾ വിൽക്കുക. എക്സ്പെൻസാണത്. കാര്യം എക്സ്പെൻസ് വിൽ റെഡ്യൂസ് യുവർ അസറ്റ് ആറ്റ് ഇറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് യുവർ ലയബിലിറ്റി. ചിലപ്പോൾ അസറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ ലോൺ എടുക്കേണ്ടതായിട്ടൊക്കെ വരും, വലിയ എക്സ്പെൻസ് ഒക്കെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് ആണ് നമ്മുടെ ചിലവ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വരുമാനം എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ ആസ്തികളെ കുറയ്ക്കുകയും അതേപോലെ നമ്മുടെ ബാധ്യതകളെ അത് കൂട്ടുന്ന സാധനമാണ് എന്ത്? ചിലവ് എന്ന് വെച്ചാൽ. ഇനി അടുത്ത സൈഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെക്കഗ്നിഷൻ ഓഫ് എലമെൻറ്റ്. വാട്ട് യു മീൻ ബൈ റെക്കഗ്നിഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. Recognition is the process of recording an item in financial statement. A transaction can be recorded in the books only when it is recognized. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഒരു സാധനത്തിൻ്റെ പേര് കണ്ടാൽ, അതായത് ഇപ്പോൾ കാർ എന്ന് പറഞ്ഞൊരു സാധനം ഒരു ബിസിനസ്സിലുണ്ട്. അപ്പോൾ കാറ് അതായത് ഒരു മോട്ടോർ വെഹിക്കിളാണത്. അപ്പോൾ അത് എവിടേക്ക് എഴുതണം എന്ന് അറിയുന്നതിൻ്റെ പേരാണ് റെക്കഗ്നിഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ അത് നമുക്കറിയാം, കാറ് ഒരു അസറ്റാണ്, അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിലെ അസറ്റിൻ്റെ സൈഡിൽ എഴുതണം. ഓക്കെ, അതാണ് റെക്കഗ്നിഷൻ എന്ന് വെച്ചാൽ. ഒരു കമ്മീഷൻ കൊടുത്തു നമുക്ക് കാണുന്നുണ്ട് അക്കൗണ്ടിങ്ങിൽ. ആ കമ്മീഷൻ കൊടുത്തതാണ്, അത് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എഴുതണം. അതാണ് റെക്കഗ്നിഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കുക. വാട്ട് യു മീൻ ബൈ മെഷർമെൻറ്റ്. എന്താണ് മെഷർമെൻറ്റ് എന്നതാണ് അടുത്ത സൈഡ് ഹെഡിങ്. വാട്ട് യു മീൻ ബൈ മെഷർമെൻറ്റ്. ഓക്കെ, measurement is the process of determining the monetary amounts at which elements of the financial statement are to be recognized and carried in financial statement. അപ്പോൾ ഇതിൻ്റെ മോണിറ്ററി എമൗണ്ട് എത്ര, ഈ എലമെൻസിൻ്റെ അത് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കൃത്യമായ എന്ത് മോണിറ്ററി എമൗണ്ടാണ് ഇതിന് നേരെ എഴുതേണ്ടതെന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. അതായത് ഒരു കാറ് കാണുന്ന നേരത്ത് അതിൻ്റെ വില എത്ര ഉണ്ടാവും നിശ്ചയിക്കാൻ സാധിക്കണം, അത് അസറ്റ് സൈഡിൽ എഴുതുന്ന നേരത്ത്. അതാണ് മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ. ഇറ്റ് ഇൻവോൾവ്സ് ദ സെലക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ ബേസിസ് ഓഫ് മെഷർമെൻറ്റ്. അതായത് ഒരു മെഷർമെൻറ്റ് ഒരു പെർട്ടിക്കുലർ ബേസിനെ സെലക്ട് ചെയ്യലാണ് ഇവിടുത്തെ പണി. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ മെഷർമെൻറ്റ് രീതികളുണ്ട്, ഡിഫറെൻറ്റ് ബേസസ് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ഡിഫറെൻറ്റ് ബേസസ് ഓഫ് മെഷർമെൻറ്റ്. മെഷർമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ബേസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഒരുപാട് അടിസ്ഥാനത്തിലാണ് ഓരോന്നിനും മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിവിധ തരം അടിസ്ഥാനങ്ങളുണ്ട്. ആദ്യത്തേത് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദി എമൗണ്ട് പെയ്ഡ് ഓർ ഫെയർ വാല്യൂ ഓഫ് ദി കൺസിഡറേഷൻ ഗിവൺ ടു അക്വയർ ദം അറ്റ് ദി ടൈം ഓഫ് അക്വിസിഷൻ. ദി ലയബിലിറ്റീസ് ആർ റെക്കോർഡഡ് അറ്റ് ദി എമൗണ്ട് ഓഫ് പ്രൊസീഡ്സ് റിസീവ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദി ഒബ്ലിഗേഷൻ.
അപ്പോൾ ഇവിടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താണ് സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്. അപ്പോൾ ആ ഒരു ബേസ് വളരെ സിമ്പിളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കാറ് കണ്ടു. അപ്പോൾ കാറ് ഇതിൻ്റെ വില എത്രയാണെന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ നേരത്തെ അയാൾ എന്തേ പറയുള്ളൂ, അയാൾ അതിന് കൊടുത്ത വിലയെ പറയുള്ളൂ. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ആ കാറ് വാങ്ങാനായിട്ട് അയാൾ ചിലവാക്കിയ തുകയെ പറയുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കറിയാം, അതായത് ഇപ്പോൾ ഒരു പണ്ടത്തെ ഒരു ലാൻഡ് മാസ്റ്റർ വണ്ടിയോ അല്ലെങ്കിൽ ഒരു അംബാസഡർ വണ്ടിയൊക്കെ കാണുന്ന നേരത്ത് അത് ആളുടെ കയ്യിൽ നമ്മൾ കാണുകയാണെങ്കിൽ പഴയ ഒരു മോഡലാണെങ്കിൽ അയാൾ ചിലപ്പോൾ പറയും അത് 10,000 റുപ്പീസ് ആയി എന്നുണ്ട് പറയും. അപ്പോൾ അന്ന് ആ 10,000 എന്ന് പറയുന്നത് അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്. അപ്പോൾ ഒരു 30 വർഷമോ 40 വർഷത്തിന് മുമ്പുള്ള 10,000-ൻ്റെ ഇന്നത്തെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ പറയുമ്പോൾ എന്താണ് അതിന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണ് 10,000 ആണ്. അപ്പോൾ അതിൻ്റെ അസറ്റായിട്ട് ചിലപ്പോൾ അത് എഴുതി വെക്കുക 10,000 എന്നായിട്ട് എഴുതി വെക്കുള്ളൂ. ഓക്കെ, അതായത് അത്തരത്തിലൊരു വണ്ടിക്ക് ആ ഒരു നിലവിലുള്ളൊരു മാർക്കറ്റ് വാല്യൂ, അതായത് ഒരു 40 വർഷം മുമ്പ് ഒരു അംബാസഡർ കാറിന് ഇന്നത്തെ ഏതൊരു കാറിൻ്റെയും അതേപോലെ നല്ലൊരു മാർക്കറ്റാണ്. അപ്പോൾ അന്നത്തെ 10,000 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ലക്ഷങ്ങളാവാം. പക്ഷേ അതല്ല അവിടെ പരിഗണിക്കുന്ന ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ അന്നത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ എമൗണ്ട് എടുത്ത് എഴുതി വെക്കുക എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ പരിഗണിക്കുക. അപ്പോൾ അത് വളരെ സിമ്പിളുമാണ്. നമ്മൾ ചിലവാക്കിയ തുക എടുത്ത് എഴുതി വെച്ചാൽ മതി. അതേപോലെ ഒരു ബാധ്യത, ലോണ് നമ്മളെ സാങ്ഷൻ ചെയ്തിട്ട് നമുക്ക് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് എമൗണ്ട് കിട്ടിയത് അതാണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അത് എഴുതി വെച്ചാൽ മതി ലയബിലിറ്റിയിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തെന്താ കറണ്ട് കോസ്റ്റാണ്. അടുത്തത് കറണ്ട് കോസ്റ്റ്. അപ്പോൾ അസറ്റ്സ് ആർ ക്യാരിഡ് അറ്റ് ദി amount of cash and cash equivalents that would have to be paid if the same or equivalent assets were acquired currently. Liabilities are carried at undiscounted amount of cash or cash equivalents that would be required to settle the obligation currently. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് വിപരീതമാണ്. അതായത് ഇപ്പോൾ നിലവിലുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു സാധനത്തിന് ഇന്നത്തെ വിലയാണ് ഇത് നോക്കുക കറണ്ട് കോസ്റ്റിൽ നോക്കുക. അതായത് ഒരു 50 വർഷം മുൻപ് ഗോൾഡ് 500 രൂപക്ക് ഒരു പവൻ വാങ്ങിയെന്ന് ഒരാൾ പറയാണ്. അപ്പോൾ ഇന്ന് ഗോൾഡ് എഴുതുമ്പോൾ 500 രൂപ എഴുതി വെക്കാൻ പറ്റില്ല. ഇപ്പം എത്ര എഴുതുള്ളൂ, ഒരു 35,000 രൂപയോ 36,000 രൂപയോ എഴുതുള്ളൂ. കാര്യം ഒരു 40 വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ 50 വർഷത്തിന് മുമ്പോ ഉള്ള 500 രൂപ ഇന്നത്തെ ഒരു 36,000 37,000 രൂപയാണ്. അതാണ് കറണ്ട് കോസ്റ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുന്ന നേരത്തെ ആ ഗോൾഡിൻ്റെ വാല്യൂ എന്നാണ് കൃത്യമായ കറണ്ട് കോസ്റ്റിൽ എഴുതി വെക്കുന്ന അക്കൗണ്ടിങ് രീതി ഉണ്ട്, ബേസ് ഉണ്ട്, അതിൻ്റെ മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബേസിൽ എഴുതേണ്ടി വരും. അപ്പോൾ ചില അസറ്റുകൾ വേണമെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ എഴുതാം, ചില അസറ്റുകൾ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ എഴുതാനും സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കണ്ട. ഇതിൻ്റെ എന്താണ് സംഗതി ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. കറണ്ട് കോസ്റ്റ് എന്താണ്, അതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള എത്ര വില വരും എന്ന് തീരുമാനിക്കലാണ് കറണ്ട് കോസ്റ്റ്. നമ്മൾ കൃത്യമായി അന്ന് പേ ചെയ്ത എമൗണ്ട് നോക്കലാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ 2 ബേസസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ബേസിസ് നോക്കാം. അതിൽ പറയുന്നത് റിയലൈസബിൾ വാല്യൂ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് വാല്യൂ ആണ്. അസറ്റ്സ് ആർ ക്യാരിഡ് അറ്റ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഈക്വാലൻസ് ദാറ്റ് വുഡ് ബി ഒബ്റ്റെയിൻഡ് ബൈ സെല്ലിംഗ് ദ അസറ്റ് ഇൻ എൻ ഓർഡിനറി ഡിസ്പോസൽ. ദി അസറ്റ്സ് ആർ ക്യാരിഡ് അറ്റ് ദിയർ സെറ്റിൽമെൻറ്റ് വാല്യൂസ് ദാറ്റ് ഈസ് ദ അൺഡിസ്കൗണ്ടഡ് എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഈക്വാലൻസ് എക്സ്പെക്റ്റഡ് ടു ബി പെയ്ഡ് ടു സാറ്റിസ്ഫൈ ദ ലയബിലിറ്റീസ് ഇൻ ദി നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് സെറ്റിൽമെൻറ്റ് വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ സാധനം വിറ്റ് അത്ര കിട്ടും, അതാണ് സെറ്റിൽമെൻറ്റ് വാല്യൂ അല്ലെങ്കിൽ റിയലൈസബിൾ വാല്യൂ എന്ന് വെച്ചാൽ. അത് അധികം വരിക ബിൽഡിങ്ങിനൊക്കെയാണ്. ബിൽഡിംഗ് ഉണ്ടാക്കുന്ന നേരത്തെ ചിലപ്പോൾ വലിയ എമൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് അത് വിൽക്കുമ്പോൾ സ്ഥലത്തിന് വില കിട്ടും, പക്ഷേ ബിൽഡിങ്ങിൻ്റെ റിയലൈസബിൾ വാല്യൂ അത് കുറവായിരിക്കും. കാര്യം അതിന് ഡിപ്രിസിയേഷൻ വരും. അതുപോലെ തന്നെയാണ് ഏതൊരു ടാഞ്ചിബിൾ അസറ്റിനും ഒരു മെഷീനറി വാങ്ങി വെച്ചാലും അതിനൊക്കെ റിയലൈസബിൾ വാല്യൂ കുറവായിരിക്കും. ഓക്കെ, പക്ഷേ ലാൻഡിൻ്റെ കേസൊക്കെ നമ്മളെപ്പോഴും കറണ്ട് കോസ്റ്റ്, നമ്മൾ നേരത്തെ കണ്ട കറണ്ട് കോസ്റ്റിലൊക്കെ നോക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള എന്താണ് ഈ വാല്യൂ കൂടാത്ത അസറ്റുകളൊക്കെ എന്താണ് അതിൻ്റെ റിയലൈസബിൾ വാല്യൂവിൽ ചിലപ്പോൾ എന്താണ് എഴുതേണ്ടി വരും അക്കൗണ്ടിങ്ങിൽ. പിന്നെ അടുത്തത് പ്രസൻറ്റ് വാല്യൂ ആണ്. ദി അസറ്റ്സ് ആർ ക്യാരിഡ് അറ്റ് ദി പ്രസൻറ്റ് ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് ദി ഫ്യൂച്ചർ നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ദാറ്റ് ദി ഐറ്റം ഈസ് എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് ഇൻ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. പ്രസൻറ്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലുള്ളൊരു സാധനത്തിൻ്റെ വില ഇന്ന് തീരുമാനിക്കുന്നതിൻ്റെ പേരാണ് ശരിക്കും പ്രസൻറ്റ് വാല്യൂ എന്ന് വെച്ചാൽ. അങ്ങനെയും ചില ഫിനാൻഷ്യൽ അസറ്റുകളൊക്കെ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് വെച്ചാൽ ഒരു ബോണ്ട് എടുക്കുക അല്ലെങ്കിൽ എന്താണ് ഒരു ഡിബഞ്ചറിൻ്റെയൊക്കെ വാല്യൂ ചിലപ്പോൾ പ്രസൻറ്റ് വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഭാവിയിൽ ഉള്ള വാല്യൂ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. ബാക്കിയുള്ളത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.